ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർമ്മ സാന്നിധ്യം ദി ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളിന്ന് പുതിയ എപ്പിസോഡിൽ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SIP ഇടയ്ക്ക് വെച്ച് നിർത്തിയാലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ്. SIP നല്ല റിട്ടേൺ നൽകുന്ന ഒന്നാണ്, പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിയുമ്പോൾ അതിൻ്റേതായ വൈഷമ്യങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം അബുദാബിയിലാണ്, അഭിഷേക്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു SIP തുടങ്ങി. SIP എന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖ ICICIയുടെ ആണെന്ന് തോന്നുന്നത് SIP അദ്ദേഹം തുടങ്ങി. ഈ SIP വാല്യൂ ഡിസ്കവറി ഫണ്ട് കൊണ്ടാണ് അത് നല്ല റിട്ടേൺ ഉള്ളത്. 2019 അദ്ദേഹം തുടങ്ങിയത്. 2019 ഒക്ടോബറിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം SIPകളൊക്കെ തുടങ്ങുമ്പോൾ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ 4-5 വർഷം അതുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ 5-10 വർഷം മുന്നോട്ട് പോകണം, മികച്ച ലാഭം ഉണ്ടാവണം എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളുണ്ടാവും. പക്ഷെ പലപ്പോഴും അത് ആളുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ചിലരൊക്കെ അത് ഒരു വർഷമൊക്കെ നിക്ഷേപിക്കുമ്പോഴേക്കും അത് അത്ര ലാഭകരമല്ല, നഷ്ടത്തിലേക്കാണ് പോകുന്നുണ്ടെന്ന് വെച്ചാൽ കണ്ണു ചെമ്മി കൂടുതൽ നഷ്ടമുണ്ടാക്കി ഒഴിവാക്കുന്ന ആൾക്കാരാണ് കുറേ പേരുള്ളത്, നല്ലൊരു ശതമാനം പേര്. പക്ഷെ കുറേ പേര് അതല്ല, അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാകുമെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. 2-3 വർഷം വരെ അവരും പലപ്പോഴും 2-3 വർഷം എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു ചെറിയ ലാഭം എടുത്തിട്ട് പിന്മാറാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ആ ഒരു ഉദ്ദേശിച്ച ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു പദ്ധതി എത്ര കൊല്ലത്തിലേക്ക് പോകും, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു പദ്ധതി പലപ്പോഴും അവർ പൂർത്തിയാക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. അതിന് തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. 2019 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടാണ് ഇത് ചെയ്തത്. ഏകദേശം മാസം തോറും 20,000 രൂപ വെച്ചിട്ട് നിക്ഷേപിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പിന്നീടാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞിങ്ങനെ മാർക്കറ്റ് പുരോഗതി പ്രാപിച്ചിട്ടുള്ള സമയമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം അത് വിറ്റിട്ട് പിന്മാറാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഏകദേശം 13-14 മാസം നിക്ഷേപിച്ചു. 2,60,000 രൂപ നിക്ഷേപിച്ചു. 2,60,000 രൂപ നിക്ഷേപിച്ചു. പക്ഷെ അദ്ദേഹത്തിന് തിരികെ കിട്ടിയതാണ് 2,50,412 രൂപയാണ് കിട്ടിയത്. 2,50,412 രൂപയാണ് തിരികെ കിട്ടിയത്, വിറ്റ് ഒഴിവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ അദ്ദേഹത്തിന് ഏകദേശം 10,000 രൂപയോളം നഷ്ടം ഉണ്ടാവുകയാണ് ചെയ്തത്. അത് SIP നിർത്തിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വൈഷമ്യമാണ്. പക്ഷേ SIP അങ്ങനെ പിൻവലിച്ചതിൽ അഭിഷേകിന് ഇത്തിരി പ്രയാസം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ അത് പിന്നീട് കൂടുതൽ വളർച്ചയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. അത് മുൻകൂട്ടി മനസ്സിലാക്കാതെ പിൻവലിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിന് വലിയ ജ്ഞാനമൊന്നും വേണ്ട. SIP എന്ന് പറഞ്ഞാൽ അത് കൂടി വരും. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സജീവമാണ്. പിന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന മാർക്കറ്റ് ഈ ഫണ്ടുകൾക്ക് ഈ SEBIയുടെ നിർദ്ദേശപ്രകാരം ഒരു മെത്തേഡ് കൂടിയുണ്ട്. അതൊരു റിസ്കോമീറ്റർ എന്ന് പറയും. അതിൻ്റെ റിസ്ക് എങ്ങനെ കണക്കാക്കാന്നുള്ള ഓരോ ഫണ്ടിൻ്റെയും കൂടെ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഫണ്ട് എത്ര കണ്ട് റിസ്ക് ഉണ്ട്, ഇതിന് മിഡിൽ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് ഉള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ കാലത്തേക്ക് എടുക്കരുത്, അത് ദീർഘകാലത്തേക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഹൈ റിസ്ക് ഫണ്ടുകൾ മിക്കവാറും ഈ മിഡ് ക്യാപ്പ് അങ്ങനെയൊക്കെയുള്ള സ്മോൾ ക്യാപ്പൊക്കെ ഹൈ റിസ്ക് ഫണ്ടുകളാവും. പിന്നെ മോഡറേറ്റ് റിസ്ക് ഫണ്ടുകളുണ്ടാവും. അപ്പോൾ ഏത് ഫണ്ടിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിക്ഷേപിക്കാനുള്ള കാലാവധി, നമുക്കതിനുള്ള ക്ഷമ, വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മളുടെ എന്താണ് ഇതിൻ്റെ എയിം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ റിസ്കോമീറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ റിസ്കോമീറ്ററിലേക്ക് നമുക്ക് വിശദമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അത് ഇതിൻ്റെ ഏകദേശം വീഡിയോയുടെ ഇടയിലോ അതിൻ്റെ ഒടുവിലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ഒരു വിശദീകരണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം ഇത്രയും 2,60,000 രൂപയാണ് നിക്ഷേപിച്ചത്. പിൻവലിച്ച് 2,50,000 ചില്ലറാണ് കിട്ടിയത്. പക്ഷെ ഇതിന് പകരം 1-2 മാർഗങ്ങളുണ്ടായിരുന്നു ഇതിൽ സമർത്ഥമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള മാർഗങ്ങൾ. അത് ഒന്നാമത്തെ സാധ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സാധ്യത എന്ന് പറയുമ്പോൾ 2019 ഒക്ടോബറിൽ SIP അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ 5 വർഷം തുടരാമെന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നില്ല. അഥവാ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് 49 മാസത്തിലാണ് അദ്ദേഹം അപ്പോൾ എത്തിയിട്ടുണ്ടാവും അത് പിൻവലിക്കുന്ന ടൈമിൽ. അത് ഏകദേശം ഇത് നമ്മൾ 2023 ഡിസംബറിലാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അപ്പോൾ 49 മാസം ഏകദേശം എത്തിയിട്ടുണ്ടാവും. ഈ 49 മാസം കൊണ്ട് അദ്ദേഹത്തിന് നിക്ഷേപിച്ച തുക 9.8 ലക്ഷം രൂപയായിരിക്കും.
മൊത്തം നിക്ഷേപമാകട്ടെ 15,79,319. അധികമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് 5,99,319 രൂപ അധികം കിട്ടാണ്ടായിരുന്നു. 5,59,319 രൂപ അധികം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു അത് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ. അതേസമയത്ത് 24.4% ആവറേജ് ആനുവൽ റിട്ടേൺ അതും ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞുകൊണ്ടാ ഇത് നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം സെബിയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അങ്ങനെ ഒരു നിർദ്ദേശങ്ങളോ ഒന്നുമല്ല ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ കുറേ കാലത്തെ നിരീക്ഷണങ്ങൾ 20 വർഷത്തെ ICICI ഡയറക്റ്റ് അതുപോലെ തന്നെ സീറോദ DBFC ഇതിലേക്കുള്ള നിരീക്ഷണങ്ങളുണ്ടും കുറേ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് NSE അക്കാദമിയിൽ നിന്നുള്ള കുറേ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചാർട്ട് അനലൈസിങ്, ടെക്നിക്കൽ അനലൈസിങ് പോലുള്ള കുറേ 4-5 സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്. പിന്നെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ കണക്കിലെടുത്താണ് നമ്മളിത് പറയുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവും. കൂടുതൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അതിൻ്റെ ഗുണമുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ വളർച്ചയുടെ പാതയിൽ തന്നെയാണ്. മാർക്കറ്റ് എപ്പോഴും സസ്റ്റൈനബിലിറ്റിയുള്ള ഇപ്പോൾ 4ാമത്തെ സ്ഥാനത്ത് ഇന്ത്യൻ മാർക്കറ്റിന് സസ്റ്റൈനബിലിറ്റി ഉണ്ട്. കമ്പനികളൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള കമ്പനികളാണ്. ഒട്ടുമിക്ക കമ്പനികളും നല്ല കമ്പനികൾ നോക്കി തിരഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് അഭിഷേകിൻ്റെ 2ാമത്തെ സാധ്യത എന്തായിരുന്നു നോക്കാം. 1ാമത്തെ സാധ്യത കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാതെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 2ാമത് ചെയ്യുമായിരുന്നെങ്കിൽ, അതായത് 13 മാസം 20,000 രൂപ വെച്ച് നിക്ഷേപിച്ച ശേഷം, അത് 13 മാസമാണ് നിക്ഷേപിച്ചിട്ടുള്ള 20 മാസം വെച്ചിട്ട്. അപ്പോൾ ഏറെക്കുറെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ഒരു കൊല്ലം ഒരു മാസമാണ് കൂടുതൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിർത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. അത് പിൻവലിക്കുന്നിടത്താണ് അവിടെ പ്രശ്നം ഉണ്ടായില്ല. അതങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതുവരെ 13 മാസം നിക്ഷേപിച്ചത് 2,60,000 രൂപയാണ്. 2,60,000 രൂപ നിക്ഷേപത്തിൻ്റെ നിലവിലെ മൊത്തം മൂല്യം ഇപ്പോൾ കണക്കാക്കുന്ന മൊത്തം മൂല്യം 5,90,129 വളർന്നിട്ടുള്ളത്. ആകാശം അതിനകത്ത് അങ്ങനെ കിടന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 3,30,000 രൂപ അധികമായിട്ട് ലഭിക്കുമായിരുന്നു. അതിൻ്റെ ലാഭമായിട്ട് കിട്ടുമായിരുന്നു. അതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIPയുടെ ഒരു സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതൽ സ്റ്റഡി ചെയ്യണം. അറിയാത്ത കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ചോദിച്ചു തരണം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ വീഡിയോകളായിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ദീർഘകാല കൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കുക എന്നതാണ് SIPയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം. എന്നാൽ നിക്ഷേപകരിൽ ഏറെ പേരും കാത്തിരിക്കാൻ ക്ഷമയില്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 50% പേരും 2 വർഷത്തിനുള്ളിൽ നിക്ഷേപം പിൻവലിക്കുന്നതായാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ AMFI പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ആളുകൾ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിനും ഒരു സ്ഥിരത വേണം, അതുപോലെ തന്നെ ഒരു ദൃഢനിശ്ചയം വേണം. ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ഉറച്ച വിശ്വാസം, താല്പര്യവും ഒരു പ്രതീക്ഷ ഒക്കെ ആവശ്യമാണ്. പക്ഷേ നല്ല ലാഭം കിട്ടിയിട്ട് വിറ്റുവഴിയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നല്ല ലാഭം കിട്ടുമ്പോൾ മറ്റ് ഫണ്ടുകളിൽ എടുക്കുകയോ അതല്ലെങ്കിൽ പിന്നീട് വിറ്റിട്ട് കുറഞ്ഞ ഫണ്ടുകൾ കുറയുമ്പോൾ വീണ്ടും മാറൊക്കെ ചെയ്യാം. പക്ഷേ അത് ഷെയറുകൾക്കാണ് ആ ഒരു മെത്തേഡ് കൂടുതൽ നല്ല ഡിപ്പെൻഡ് ബൈ. ഇതിലെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഫണ്ട് മാനേജർമാർ നോക്കിക്കോളൂ. നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ഡിപ്പെൻഡ് ബൈ ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കുറഞ്ഞ സമയം വരുമ്പോൾ കൂടുതൽ കാശ് നമുക്ക് നിക്ഷേപിക്കാം. ഒരേ ലെവലിൽ ഈ SIP മാത്രം ചെയ്ത് പോകേണ്ട കാര്യമില്ല. അങ്ങനെയും ചെയ്യാം. 5-10 വർഷം കൊണ്ട് നിക്ഷേപം തുടരാമെന്നാണ് പലരും ഇത് നിക്ഷേപിച്ച് തുടങ്ങുന്നെങ്കിലും 20-30% റിട്ടേൺ കിട്ടുമ്പോൾ ഉടൻ പിൻവലിക്കുന്ന പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഹ്രസ്വ കാലയളവിൽ നഷ്ടത്തിലായാലും ഭീതിയോടെ പണം പിൻവലിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ കാറ്റഗറി അനുസരിച്ച് അവർ നൽകിയിട്ടുള്ള റിട്ടേണുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പല മ്യൂച്വൽ ഫണ്ടുകളും നൽകിയിട്ടുള്ള റിട്ടേണുകളെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ കാറ്റഗറി അനുസരിച്ചാണ് നോക്കുന്നത്. ഇക്വിറ്റി ലാർജ് ക്യാപ്പ് 3 വർഷത്തേക്ക് കൊടുത്തിട്ടുള്ള റിട്ടേൺ. ഇക്വിറ്റി ലാർജ് ക്യാപ്പാണ്. 3 വർഷത്തേക്ക് 22.72 റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. 5 വർഷത്തേക്ക് ആകട്ടെ 12.94 റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 10 വർഷത്തേക്ക് 13.94 റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്. ഇക്വിറ്റി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 25.99% 3 വർഷത്തേക്ക്. അത് 5 വർഷത്തേക്ക് ആകുമ്പോൾ 15.23% കൊടുത്തിട്ടുണ്ട്. 10 വർഷത്തേക്ക് 17.38%
7 കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വിറ്റി ഫ്ലക്സി ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് മനോഹരമായിട്ടുള്ളൊരു ഫണ്ടാണ് കേട്ടോ. അതെല്ലാവർക്കും നിക്ഷേപിക്കാവുന്ന ഒരു ഫണ്ടാണ് ഇക്വിറ്റി ഫ്ലക്സി ക്യാപ്പ്. അത് നല്ല പല കമ്പനികളുണ്ട്. HDFCൻ്റെ ഒക്കെ നല്ല ഫ്ലക്സി ക്യാപ്പ് ഉണ്ട്. അതേപോലെ പരാഗ് പരീഗിൻ്റെ ഒക്കെ ഫ്ലക്സി ക്യാപ്പ് ഉണ്ട്. അവർ വിദേശത്തിലൊക്കെ നിക്ഷേപിക്കുന്നതാണ്, വിദേശ കമ്പനികളിലൊക്കെ നിക്ഷേപിക്കുന്നതാണ്. അപ്പോൾ അവരുടെ അതിന് നല്ല പ്രിസിഷനുള്ള കമ്പനിയാണത്, നല്ല റിട്ടേൺ കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്ലക്സി ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ 3 വർഷത്തേക്ക് 23.27%, 5 വർഷത്തേക്ക് 14.14%, 10 വർഷത്തേക്ക് 16.16%ആണ് അവർ കൊടുത്തിട്ടുള്ള റിട്ടേൺ. ഇനി ഇക്വിറ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 36.52. സ്മോൾ ക്യാപ്പാണ് പലപ്പോഴും ലാഭം കൊടുക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ലാഭമൊക്കെ ഇടയ്ക്ക് കുറഞ്ഞു പോകും. ആദ്യത്തെ വർഷമൊക്കെ ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും. അപ്പോൾ അതൊക്കെ ക്ഷമയോടെ നിന്ന് കൂടുതൽ SIP ചെയ്യാൻ പോകുന്നവരാണ്, റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരും അതിൻ്റെ പ്രായമൊക്കെ ഉള്ള ആൾക്കാർ, കുറഞ്ഞ പ്രായക്കാരൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കേണ്ടത്. ഉയർന്ന പ്രായക്കാർ മിക്കവാറും ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. അത് അവർ 5 വർഷത്തേക്ക് കൊടുത്തിട്ടുള്ള 20.98, 10 വർഷത്തേക്ക് 23.16. ഇക്വിറ്റി വാല്യൂ ഓറിയൻറ്റഡ് കൊടുത്തിട്ടുള്ളത് 28.19%, 3 വർഷത്തേക്ക്. 5 വർഷത്തേക്ക് 14.39%. അതുപോലെ തന്നെ 10 വർഷത്തേക്ക് 16.5%. പക്ഷേ ഇത് ദീർഘകാലത്തേക്ക് നമ്മൾ അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ട് 48.7% നിക്ഷേപകരും 2 വർഷത്തിനുള്ളിൽ SIP നിക്ഷേപം നിർത്തിവെക്കുന്നതായിട്ടാണ് ഈ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഈയിടെ നടത്തിയിട്ടുള്ള സർവേയിലൂടെ വ്യക്തമായിട്ടുള്ളത്. ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ സർവേയിൽ നടത്തുന്നത് പലരും 48% ആൾക്കാരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നിക്ഷേപം നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. രാജ്യത്തുടനീളം 1700 നിക്ഷേപകരിലായിരുന്നു ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ സർവേ നടത്തിയിട്ടുള്ളത്. AMFI, അതായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ, അവരുടെ ജൂണിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം 15.6% പേരും 6 മാസത്തിനപ്പുറം SIP നിക്ഷേപം നടത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. 1-2 വർഷത്തിനിടെ 22.2% പേർ നിക്ഷേപം പിൻവലിച്ചതായും കണക്കുകൾ പറയുന്നുണ്ട്. ഓഹരി നിക്ഷേപത്തിൽ ദീർഘകാലയളവിലാണ് പരമാവധി റിട്ടേൺ സമാഹരിക്കാൻ കഴിയുക. വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾക്കിടയിൽ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിക്ഷേപം പിൻവലിക്കുന്നവരുണ്ട്. ആദായത്തിലെ വർധനകൾ ഭാവിയിൽ വിപണി ഇടിഞ്ഞേക്കുമെന്ന ആശങ്കയോടെ നിക്ഷേപം പിൻവലിക്കുന്നവരും കുറവല്ല. മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുക്കും മുമ്പ് അവയിൽ റിസ്ക് മീറ്റർ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് 89% പേർക്കും അത് അറിയില്ല എന്നാണ് പറയുന്നത്. നിക്ഷേപിക്കുന്ന 89% ആളുകൾക്കും റിസ്കോമീറ്റർ അറിയില്ല, എന്താണ് റിസ്ക് വരുന്നതെന്നുള്ളതിനെ പറ്റി അറിയാൻ പറ്റില്ല. അതേസമയത്ത് 27% പേര് മാത്രമാണ് അത് വ്യക്തിപരമായ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ പിന്തുടർന്ന ആളുകളുണ്ട്. ചിലർ 53% ആളുകൾ അതിനെപ്പറ്റി താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെന്നാണ് പറഞ്ഞത്. റിസ്ക് എടുക്കാനുള്ള കഴിവ് വിലയിരുത്തിയിട്ട് വേണം വ്യക്തികൾ നിക്ഷേപ തീരുമാനങ്ങളൊക്കെ. അതിനനുസരിച്ച് നിക്ഷേപം നടത്താൻ അനുയോജ്യമായ ഫണ്ടുകൾ വിപണിയിലുണ്ട്. റിസ്ക് കണക്കിലെടുക്കുകയാണെങ്കിൽ അവകാശപ്പെട്ട 27% പേരിൽ ഭൂരിഭാഗം പേർക്കും അത് അനലൈസ് ചെയ്യുന്നത് റിസ്ക് പ്രൊഫൈലിന് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആണ് ഉയർന്ന റിസ്ക് ഉള്ള ഫണ്ടുകളിൽ ഹ്രസ്വകാലത്തേക്ക് നിക്ഷേപം നടത്തുന്നത്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിസ്കോമീറ്റർ അതിൻ്റെ റിസ്ക് പ്രൊഫൈലിനെ കുറിച്ച് അറിയാത്ത ആളുകളാണ്. അത് നമുക്ക് കാണാം. ഈ ഫണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുമ്പോൾ തന്നെ ഒരു വശത്ത് ഒരു മീറ്റർ പോലെ റൗണ്ടിലുള്ളൊരു സംഗതി കാണും. അതിൽ ഇങ്ങനെ ഒരു സൂചി പോലെ, ക്ലോക്ക് സൂചി പോലെ നമുക്ക് കാണാം. ആ സൂചി എവിടെ നിൽക്കുന്നത്, അത് റിസ്കിൻ്റെ മോഡറേറ്റ് റിസ്ക് ആണോ, മീഡിയം റിസ്ക് ആണോ, ഹൈ റിസ്ക് ആണോ, ലോ റിസ്ക് ആണോ, ഇങ്ങനെ കുറേ ഇത് അതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. അത് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഹൈ റിസ്കിൽ പോകുമ്പോൾ റെഡ് കളറ്, അല്ലാതെ ഏകദേശം ഒരു ഗ്രീൻ കളർ, അങ്ങനെ അതിൻ്റെ കളറ് എക്സാക്റ്റ് അല്ല ഞാൻ പറയുന്നത് നോക്കിയിട്ട്. പക്ഷെ ഹൈ റിസ്ക് റെഡാണ്. അപ്പോൾ ഈ കളറുകൾ നോക്കിയിട്ട് അതിൻ്റെ ആ പെർസെൻറ്റേജ് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോ റിസ്ക് ഉള്ള ഫണ്ടുകളാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ റിട്ടേൺ കുറയും. അപ്പോൾ കുറഞ്ഞ കാലാവധിക്ക് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറഞ്ഞ റിട്ടേൺ മതി എന്ന് വെച്ചെടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ലോ റിസ്ക് ഫണ്ടുകളാണ് നല്ലത്. പ്രത്യേകിച്ചും പ്രായമുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
അതുപോലെ തന്നെ ചെറുപ്പക്കാരാണ്, ഒരു 30-35 വയസ്സുള്ള ആൾക്കാരാണ്. അവർക്ക് റിസ്ക് എടുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് അതിൻ്റെ റിവാർഡും കൂടും. റിസ്ക് റിവാർഡ് റേഷ്യോ കണക്കാക്കിയിട്ട് വേണ്ടി എടുക്കാൻ. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് കുറേ കാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ അത് കൂടുതൽ ലാഭം കൈവരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർക്ക് റിസ്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് റിസ്ക്, മോഡറേറ്റ് റിസ്ക്കോ അല്ലെങ്കിൽ ഹൈ റിസ്ക്കോ ഉള്ളത് എടുത്താൽ കുഴപ്പമില്ല, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളുടെ ആ നിക്ഷേപിക്കാനുള്ള സമയം, നമ്മളുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സാധാരണഗതിയിൽ ഇത് തീരുമാനിക്കേണ്ടത്. മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് സൂചിപ്പിക്കുന്നതിന് സെബിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ഫണ്ടുകൾക്കൊപ്പം റിസ്ക് ഓമീറ്റർ പ്രദർശിപ്പിക്കുന്നത്. അതിലൂടെ ഏത് വിഭാഗത്തിൽ ഫണ്ടിലാണ് ഫണ്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ഇത് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. 59% പേരും മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നത് മുൻകാല പ്രകടനം അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ അനുയോജ്യമല്ലാത്തവയിൽ നിക്ഷേപം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ പ്രകടനം ഭാവിയിൽ ആവർത്തിക്കണമെന്നില്ല. വർഷത്തിലൊരിക്കലെങ്കിലും ഫണ്ടുകളുടെ പ്രകടനം വിലയിരുത്തേണ്ടതുണ്ട്. റിട്ടേൺ നോക്കിയാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഫണ്ടുകൾക്ക് പിന്നാലെ ആയിരിക്കും നിക്ഷേപകർ കൂട്ടത്തോടെ പോവുക. അതുതന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിസ്ക് പ്രൊഫൈൽ വിലയിരുത്തുമ്പോൾ ഈ വിഭാഗങ്ങളിലെ ഫണ്ടുകൾ പലർക്കും അനുയോജ്യമല്ലെന്ന് കണ്ടെത്താനാകും. മൊത്തം ആസ്തി എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 2003 ഓഗസ്റ്റ് 31 കണക്ക് പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്ത മൊത്തം ആസ്തി 46,63,840,000. മൊത്തം ആസ്തി ഇതിൻ്റെ ഈ കണക്ക് പ്രകാരം 46,63,840,000 അതായത് 46.63 ലക്ഷം കോടി. 46.63 ലക്ഷം കോടിയാണ് ഇതിൻ്റെ ആസ്തി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, അത് നല്ല ഒരു വിഭാഗം ആളുകൾ ഇതിൽ ഇടപെടുന്നുണ്ട്, സജീവമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൂടുതലായ ആളുകൾ അക്കൗണ്ടുകൾ തുടങ്ങുന്നുണ്ട് എന്നാണ് സിറാദ പോലുള്ള ബ്രോക്കേഴ്സൊക്കെ പറയുന്നത്. ഓഹരി വിപണിയിൽ മികച്ച ആദായം ലഭിക്കാൻ തുടങ്ങിയതോടെ വ്യക്തിഗത നിക്ഷേപകരിൽ ഏറെ പേർ SIPയിലേക്ക് ഇപ്പോൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തെ പ്രധാന ഓഹരി സൂചികളിലൊന്നായ നിഫ്റ്റി 50 5 വർഷത്തിനിടെ 12.5% വാർഷിക വളർച്ച നേടിയത്. അതേസമയം സജീവമായി കൈകാര്യം ചെയ്യുന്ന മികച്ച മ്യൂച്വൽ ഫണ്ട് 15.20% റിട്ടേൺ ഈ കാലയളവിൽ നൽകിയിട്ടുണ്ടെന്നാണ് റെക്കോർഡുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തിഗത നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ടുകളെയും ചിട്ടയായുള്ള SIP നിക്ഷേപ രീതിയെയും അറിയാമെങ്കിലും സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി കോർത്തിണക്കി റിസ്ക് എടുക്കാനുള്ള കഴിവ് കണക്കാക്കി മികച്ച ഫണ്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള അവബോധമാണ് നിക്ഷേപകർക്ക് വേണ്ടത്. അതിന് കഴിയില്ലെങ്കിൽ വിദഗ്ധ ഉപദേശത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ സാക്ഷരതാ യജ്ഞത്തോടൊപ്പം എല്ലാ പ്രേക്ഷകരും പങ്കെടുക്കണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകൊണ്ടാണെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഒന്ന് നിർത്തിയിട്ട് കണ്ടു നോക്കിയാൽ വീണ്ടും മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഇൻബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സാക്ഷരതാ യജ്ഞത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരിക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനോട് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർക്കുളം സൈനുദ്ദീൻ, സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.